അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദി അറേബ്യയിലെ ഒരു പ്രദേശമാണ് ത്വായിഫിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സന്ദർശകരുടെ കണ്ണിനും കാതിനും അക്ഷരാർത്ഥത്തിൽ കുളിര് പകരുന്ന ഒരു ദേശം. വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചുരം, ആ റോഡിലെ കാഴ്ചകൾ ശിലകളിൽ എഴുതിയ കവിതകൾ പോലെ തോന്നിപ്പിക്കും. നാനാവർണ്ണങ്ങളിലുള്ള പാറക്കൊത്തളങ്ങൾ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പനയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ദീർഘകായനായ ഒരു സർപ്പം ഇഴഞ്ഞു നീങ്ങുന്ന പ്രതീതിയാണ് ത്വായിഫ് ചുരത്തിൻ്റെ ഉച്ചിയിൽ നിന്നും താഴോട്ട് നോക്കിയാൽ. പകൽ സമയത്ത് മലനിരകൾ പല നേരങ്ങളിൽ നിഴലും വെളിച്ചവും ചേർന്ന് നാനാതരത്തിലുള്ള ദൃശ്യവിഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഏറെ സമ്പന്നമായ ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ത്വായിഫിന്. അറബിയിൽ ഈ വാക്കിനർത്ഥം തീർത്ഥാടകൻ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1879 മീറ്റർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സറാവത്ത് പർവ്വതനിരകളിലെ ഹിജാസ് കുന്നിന് മുകളിലാണ് ഈ പട്ടണം. ഇസ്ലാമിക പൂർവ്വകാലഘട്ടത്തിൽ ലാത്തയുടെ വിഗ്രഹത്തെ ആരാധിച്ച ഒരിടമാണിത്. അക്കാലങ്ങളിൽ അവിടെ തീർത്ഥാടകർ ഒരുപാട് ചെല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടാവും ഈ ദേശത്തിന് ആ പേര് വന്നത്. പരിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ ഈ ദേശത്തെ കുറിച്ച് ഒരു ലഘു പരാമർശമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ച ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ വേറിട്ടൊരു സ്ഥാനവും ത്വായിഫിനുണ്ട്. മക്കയിലെ പീഡനം സഹിക്കാനാവാതെ 619-ൽ പ്രവാചകൻ മതപ്രബോധനത്തിന് വേണ്ടി ത്വായിഫിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോയ കഥ പലർക്കും അറിയാവുന്നതാണ്. അവിടെ നിന്നും വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ പ്രവാചകന് ഏൽക്കേണ്ടി വന്നു. ദാരുണമായിട്ട് മുറിവേറ്റ് ചോര വാർന്നൊഴുകി. അന്നാട്ടുകാരാൽ നിഷ്കരണം പീഡിപ്പിക്കപ്പെട്ട് പരിക്ഷീണിതനായ പ്രവാചകന് അവിടുത്തെ നാട്ടുപ്രമാണിമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദാസ് എന്ന ക്രിസ്ത്യാനിയായ ഒരടിമ മുന്തിരി എത്തിച്ചു കൊടുത്ത സന്ദർഭമെല്ലാം പ്രവാചക ചരിത്രം വായിക്കുന്നവരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. മുന്തിരി ഏറ്റുവാങ്ങി പ്രവാചകൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചു തിന്നാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ്റെ മുഖത്തേക്ക് ഏറെ കൗതുകത്തോടെ നോക്കിയ ആ ചെറുപ്പക്കാരൻ നബിയോട് ആശ്ചര്യത്തോടെ തിരക്കി. ഈ നാട്ടുകാർ ആ വാക്കുകൾ അല്ലല്ലോ സാധാരണ പറയാറ്. സർവ്വലോകരക്ഷിതമായ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേ ഭക്ഷിക്കാവൂ എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നബി പ്രതിവചിച്ചു. നബി തങ്ങൾ പറഞ്ഞു. പിന്നീട് അയാളുമായി കുശലാന്വേഷണത്തിൽ ഏർപ്പെട്ടു പ്രവാചകൻ. സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ത്വായിഫ് മേഖലയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെട്ട ഒരു പൗരാണിക പള്ളിയുണ്ട്. മസ്ജിദ് അദ്ദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി ത്വായിഫിലെ പ്രസിദ്ധമായ ബുസ്താൻ അൽ ഷരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന തോട്ടത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ത്വായിഫ് നഗരത്തിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് യാത്ര ചെയ്താൽ അവിടെ എത്താം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദിൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾക്ക് ഈ പള്ളി നിന്നിരുന്ന പ്രദേശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മക്കയിൽ നിന്നും റിയാദിലേക്കുള്ള വഴിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 6000-ത്തിലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര നഗരിയാണ് പഴയ ഹിജാസിൻ്റെ ഭാഗമായ ത്വായിഫ്. ത്വായിഫ് ഇസ്ലാമിക ചരിത്രത്തിൽ ഓർക്കപ്പെടുന്നത് സയ്യിദ് ബിൻ ഹാരിസിനൊപ്പം ദഖീഫ് ഗോത്രത്തിൽ അഭയം തേടിച്ചെന്ന പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ച സംഭവത്തിലൂടെയാണ്. ചോര പൊഴിയുന്ന ശരീരവുമായി പ്രവാചകൻ നടത്തിയ ഹൃദയാവചകമായ പ്രാർത്ഥനയും. ഈ 2 മലകൾക്കിടയിൽ ഇവരെ ഞാൻ ഞെരിച്ച് കളയട്ടെയോ എന്ന ജിബ്രീലിൻ്റെ ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കരുണാദ്രമായ മറുപടിയും ചരിത്രപ്രസിദ്ധം. ഇസ്ലാമിൽ നിന്ന് മുഖം തിരിച്ച ത്വായിഫ് പിന്നീട് ഇസ്ലാമിനെ കീഴടങ്ങി. നിരവധി ഭരണമാറ്റങ്ങൾക്കും പടയോട്ടങ്ങൾക്കും പിൽക്കാലത്ത് ഈ നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1925-ൽ സൗദി ഭരണകൂടം ഹിജാസ് കീഴടക്കുന്നതോടെയാണ് ത്വായിഫ് സൗദി ഭരണത്തിന് കീഴിൽ വരുന്നത്. സൗദി അറേബ്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്നാണ് വേനലിലും സുഖകരമായ തണുപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഈ നഗരി ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ വഴികളിലൂടെ പോകുമ്പോൾ ഓർത്തുപോയത് ആധുനിക ഗതാഗത സൗകര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എത്ര സാഹസികമായിട്ടാണ് മരുഭൂവാസികളായ അറബികൾ ഈ മലനിരകൾ താണ്ടി യാത്ര ചെയ്തിട്ടുണ്ടാവുക. മക്കയിൽ നിന്ന് കാറിൽ തന്നെ ത്വായിഫിലെത്തണമെങ്കിൽ ചുരുങ്ങിയത് മണിക്കൂറുകൾ വേണം. കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കപ്പെടാൻ വേണ്ടി മാത്രം തിരുനബിയും പുത്രന് തുല്യം നബി തങ്ങൾ സ്നേഹിച്ചിരുന്ന സയ്യിദ് ബിൻ ഹാരിസും നടന്നും ഒട്ടകപ്പുറത്തേറിയും ത്വായിഫിലേക്ക് യാത്ര പോയത് ഇത് ഏത് ദുർഘടക വഴികളിലൂടെയായിരിക്കും?
മരുക്കാറ്റിൻ്റെ സംഗീതവും പാറക്കൂട്ടങ്ങളുടെ മർമ്മരങ്ങളും മാത്രം കേട്ട് നക്ഷത്രങ്ങൾ മിന്നിമറിയുന്ന ആകാശത്തിന് ചുവട്ടിൽ വിജനമായ മരുഭൂമികളിൽ എത്ര രാത്രികൾ അവർ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവണം. സൂര്യൻ കത്തിക്കാളുന്ന നട്ടുച്ചകളിൽ ഏത് പച്ചപ്പുകളിലായിരിക്കും അവർ തണൽ തേടിയിട്ടുണ്ടാവുക. ഏത് നീരുറവകളിൽ നിന്നായിരിക്കും തുകൽ സഞ്ചികളിൽ തങ്ങൾക്കും ഒട്ടകങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിച്ചതായിരുന്നില്ല ത്വായിഫിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചെയ്തികൾക്കാണ് അവിടുന്ന് ഇരയായത്. സഖീഫ് ഗോത്രത്തിലെ പ്രധാനികൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നബി തങ്ങളോട് വളരെ മോശമായിട്ടായിരുന്നു പ്രതികരിച്ചത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ കൊണ്ട് നബി തങ്ങളെ കൂവി വിളിപ്പിച്ചും പരിഹസിച്ചും കല്ലെറിഞ്ഞും ആ നാട്ടിൽ നിന്നും ആട്ടിയോടിക്കുകയുമാണ് അവർ ചെയ്തത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ തായിഫിലെത്തും. അവിടെയാണ് നമ്മൾ മീഖാത്ത്. കാരണം നമ്മൾ UAE നിന്നാണ് വരുന്നത്. തായിഫിലുള്ള കർണുൽ മനാസിലാണ് UAEക്കാരുടെ മീഖാത്ത്. മക്കയിൽ നിന്ന് 50 മൈൽ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കർണുൽ മനാസിൽ നജിദ്, UAE, പാകിസ്ഥാൻ, ഒമാൻ, മലേഷ്യ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കുള്ള മീഖാത്താണ്. കർണുൽ മനാസിൽ തായിഫ് നഗരത്തിനും റിയാദിനും സമീപത്താണ്. പ്രവാചകത്വത്തിൻ്റെ 10ാം വർഷത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫ് നിവാസികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കർണുൽ മനാസിൽ എന്ന പ്രദേശത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം മാലാഖ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെടുന്നവർ ആദ്യം ചെയ്യുന്ന കർമ്മമാണ് ഇഹ്റാം ചെയ്യുക. ആ ഇഹ്റാം ചെയ്യുന്ന സ്ഥലങ്ങളാണ് മീഖാത്തുകൾ. ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നവർ യലംലം, അവിടെയാണ് അവരുടെ മീഖാത്ത്. അത് അവർ മിക്കവാറും വിമാനങ്ങളിൽ നിന്നാണ് അവർ മീഖാത്ത് നിർവഹിക്കുക. റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർക്കാണ് അത്തത്തെ മീഖാത്തുകളിൽ പോയിട്ട് ശുദ്ധി ചെയ്ത് ഇഹ്റാം ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള പള്ളികളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട 5 മീഖാത്തുകളുടെ സ്ഥാനനിർണ്ണയം ചെയ്തിരിക്കുന്നത് നബി തങ്ങളാണ്. 5 മീഖാത്തുകൾ ദുൽ ഹുലൈഫ, ജുഹുഫ, കർണുൽ മൻസിൽ, യലംലം, തൻഈം, ദാത്ത് ഇർക്ക്, ഇബ്രാഹിം, മുർസിയ. അപ്പോൾ നമുക്ക് തായിഫിലുള്ള കർണുൽ മനാസിലേക്കാണ് പോവേണ്ടത്.